ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ചീരയും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു നാടൻ വീഡിയോ. ആദ്യമായി കാണുന്ന ഏതെങ്കിലും ന്യൂ വിഭവസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കണം. അതിനുശേഷം ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അകത്തുള്ള ചുമന്ന ആ പാട എടുക്കേണ്ട കേട്ടോ. അത് കളയേണ്ട. നമ്മൾ പുറമേ ഉള്ള തോല് മാത്രം ഇളക്കി മാറ്റിയാൽ മതി. എന്നതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്ത് നമ്മൾ കഴുകി എടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചക്കക്കുരു വെന്ത് കിട്ടും കേട്ടോ. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി നാളികേരം ഒന്ന് തിരുമ്മിയത്, പച്ചമുളക്, നമ്മൾ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആവിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ചക്കക്കുരു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്ക് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇളക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല കിടു ടേസ്റ്റിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇപ്പം ചക്കയുടെ സീസൺ ഒക്കെ ആയി വരുന്നുണ്ടല്ലോ. അപ്പം ചക്കക്കുരുവൊക്കെ ഇഷ്ടംപോലെ കിട്ടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളൂ.